Hello, friends. Good afternoon, everyone. In the market, sell off ആണ് കാണുന്നത്. വേൾഡ് മാർക്കറ്റ് ഇപ്പം റെഡിലാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയെന്ന് വെച്ചാൽ US മാർക്കറ്റ് റെഡിലാണ് കാണുന്നത്. നാസ്ഡാക്ക് കുറച്ചൊരു ഗ്രീനിലാണ് കാണുന്നത്. സോ ഇപ്പോൾ എനിക്ക് ഇന്നത്തെ പ്രശ്നം ഇതാണ്. അവർ ഈ ഇൻഫ്ലേഷൻ്റെ ഡാറ്റ ഇന്ന് വരുന്നത് കാണുന്നുണ്ട്. US ഇൻഫ്ലേഷൻ ഡാറ്റ, ജോബ് ഡാറ്റ ഇന്ന് കുറെ US ഡാറ്റ വരുന്നുണ്ട്. സോ ദാറ്റ് വിൽ റിഫ്ലക്ട് ടുമോറോസ് മാർക്കറ്റ്. ഇപ്പം ഡോ കാണുന്നത് ഓൾമോസ്റ്റ് -92 ഡൗണിലാണ്. നാസ്ഡാക്ക് കാണുന്നത് 141 അപ്പിലാണ് ചേഞ്ച് കാണുന്നത്. സോ ഡോ ഓൾമോസ്റ്റ് 0.23% ഡൗൺ ഉണ്ട്. S&P +224. സോ വലിയൊരു മൂവ് ഒന്നും US മാർക്കറ്റിൽ കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നത് തോന്നുന്നു. ഇപ്പം നിഫ്റ്റി ചെയ്യുന്നത് 24,900 എത്താനായി. സോ അത് ഞാൻ രാവിലെ പറഞ്ഞ് 25,100 ഭയങ്കര റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. കോൾ റൈറ്റേഴ്സ് കൂടുതൽ കാണുന്നുണ്ട്. സോ 25,100 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനി അത് മുകളിലേക്ക് പോകും. 25,100 ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിന് റിലയൻസിൻ്റെ സപ്പോർട്ട് വേണം. പക്ഷേ ഇന്നിപ്പോൾ റിലയൻസിൻ്റെ സപ്പോർട്ട് ഇന്ന് കിട്ടിയിട്ടില്ല. ഇന്ന് റിലയൻസ് ചെയ്യുന്നത് 2,910. സോ റിലയൻസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വേ ഇറ്റ് ഈസ് ഗോയിങ്, റിലയൻസ് കുറച്ച് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ HDFC ബാങ്കും ഈസ് ഓൾമോസ്റ്റ് ഇൻ ദ റേഞ്ച് 1,600 and 1,640, 1,650 മാക്സ് ഞാൻ ഫ്യൂച്ചർ പ്രൈസ് പറയുന്നത് കേട്ടോ. സോ ഈ റേഞ്ചിലാണ് ഇത് HDFC ബാങ്കും മൂവ് ചെയ്യുന്നത് കാണുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കാണുന്നില്ല. HDFC ബാങ്ക് 1,650 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് കാണുന്നില്ല ഞാൻ. സോ ഇന്നിപ്പോൾ ചെയ്ത സ്റ്റോക്സ് ഭാരതി തന്നെയാണ്. ഭാരതി ഹസ് ഡൺ വെൽ. പക്ഷെ ഭാരതി ഇപ്പം 1,600 ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഭാരതിക്ക്. 1,600 ബ്രേക്ക് ചെയ്യാൻ. 1,600 അതിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. സോ ഭാരതി ഈവൻ കറക്ഷനിൽ 1,530 ലെവലിലേക്കെല്ലാം എൻ്റെ പുറത്ത് പറയാൻ വെച്ചാൽ ഭാരതി നല്ലൊരു സപ്പോർട്ടാണ്. 1,530 ലെവലിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ you can hold Bharati, so that is one thing I want to tell. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഒരുവിധം സെക്ടറിൽ നന്നായി ചെയ്തൊന്നും ഞാൻ കാണുന്നില്ല ശരിക്കും. ചിലപ്പോൾ ബാങ്കിങ് ഫൈനാൻഷ്യൽ സെക്ടർ എടുക്കാന്ന് വെച്ചാൽ ഇഫ് യു ലുക്ക് അറ്റ് ഫൈനാൻഷ്യൽ സെക്ടർ ഐ എം സീയിങ് മെയിൻലി വരുന്ന HDFC ബാങ്കാണ്. HDFC ബാങ്ക് ഇപ്പോൾ എത്ര ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഡൂയിങ് 1,644 ചെയ്യുന്ന -0.35 ആണ് HDFC ബാങ്ക്. ICICI ബാങ്കിന്റെ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ചാൽ 1,236 -0.04% ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓൾമോസ്റ്റ് റെഡിലാണ്, -1.38%. ഇനി അടുത്ത ബാങ്ക്സ് നോക്കുക വെച്ചാൽ വലിയ ബാങ്ക് ആക്സിസ് ബാങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 1,186 -0.09%. കോട്ടക് മഹീന്ദ്ര ബാങ്ക് അഗെയിൻ 1,794 ഡൗൺ പ്ലസ് ആണ് കാണുന്നത്. സോ ഓവറോൾ ഈ ഫൈനാൻഷ്യൽ സെക്ടറിൽ ഒന്നും ഞാൻ ഗ്രീനായി കാണുന്നില്ല. ആകെ ഒരു ഗ്രീനായി ചെയ്തത് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്ക് ഒക്കെ ഒരു നല്ലോണം ചെയ്തിരുന്നത്. യെസ് ബാങ്ക് 4% മൂവ് ചെയ്യുന്നത്. യെസ് ബാങ്കിന് 24 റുപ്യ യെസ് ബാങ്ക് വരുന്നത്. ഇനി യെസ് ബാങ്ക് ഈസ് F&O ഇല്ലാത്ത സ്റ്റോക്കാണ്. അതുകൊണ്ട് ഞാൻ അധികം ട്രാക്ക് ചെയ്യില്ല. ഞാനത് യെസ് ബാങ്കിനെ കുറിച്ച് സംസാരിക്കാറില്ല. സോ ബജാജ് ഫൈനാൻസ്, ബജാജ് ടിൻസും ബജാജ് ഫൈനാൻസ് ഇസ് ഡൺ വെൽ, ബട്ട് അറ്റ് ദ സെയിം ടൈം ബജാജ് ഫിൻസർവ് ഇസ് ലിറ്റിൽ ഡൗൺ. ദാറ്റ് മീൻസ് 0.32%. LIC ഇന്നലെ നന്നായി ചെയ്ത സ്റ്റോക്കായിരുന്നു. പക്ഷേ LIC ഇന്ന് 1,021 റുപ്യയിലാണ് ചെയ്യുന്നത്, -1.08. സോ ഓൾമോസ്റ്റ് ഓൾ ഫൈനാൻഷ്യൽ സെക്ടർ റെഡാണ്. ജിയോ ഫൈനാൻസ് ഓൾസോ ഇന്ന് റെഡിലാണ് 345. പക്ഷേ ആ 300 റേഞ്ചിൽ കിട്ടിയിട്ടുള്ള ബൈ തന്നെയാണത്. ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ IRFC അത് 166 അത് ഒരു വൺസ് അപ്പോൺ എ ടൈം ഇറ്റ് വാസ് സ്റ്റാർ സ്റ്റോക്ക്. സോ അതും ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കാണുന്നില്ല. സോ DLF ഈസ് അഗെയിൻ ഡൗൺ, ദാറ്റ് ഈസ് 825 DLF ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ ദി ഫൈനാൻഷ്യൽ സെക്ടർ സ്റ്റോക്ക് ഐ എം ഡിസ്കസിങ്. ദിസ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് സ്റ്റോക്ക്, റിയൽ എസ്റ്റേറ്റ്, Lodha is also 0.61%. സോ ഓവറോൾ ഫൈനാൻഷ്യലിൽ ഞാനൊരു വീക്ക്നെസ് കാണുന്നത് ഇനിയിപ്പം ടെക്നോളജി സർവീസിൽ പോകുമ്പോൾ TCSും ഇൻഫോസിസും SCL ടെക്കും 3 വലിയ ബെൽബെദർ ഇവരെ 3 വാരം നന്നായി ചെയ്യുന്നില്ല. ഇപ്പോൾ TCSന്റെ സ്റ്റോക്ക് ചില 4,487 റുപ്യാണ്. ഇന്നിപ്പോൾ ഇൻഫോസിസ് ചെയ്യുന്നത് 1,913 റുപ്യാണ്. SCL ടെക് ചെയ്യുന്ന നോക്കുക വെച്ചാൽ 1,785 റുപ്യാണ്. സോ ഇതൊക്കെ
ഇന്ന് ചെയ്തിട്ടില്ല. ഇപ്പം ഈ ടെക്നോളജി സെക്ടറിൽ ഏറ്റവും ചെയ്തത് നൗക്കറി എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് വന്നു. നൗക്കറിൻ്റെ സ്റ്റോക്ക് +2.81 ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നൗക്കറിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 7,680 ആണ് നൗക്കറിൻ്റെ പ്രൈസ്. സോ നൗക്കറി ഈസ് ഓൾമോസ്റ്റ് 967 ബില്യൺ കമ്പനിയാണോ നൗക്കറി. പിന്നെ നന്നായിട്ട് ഒരു ടെക്നോളജി സെക്ടറിൽ ചെയ്ത സ്റ്റോക്കാണ് നമ്മളെ പേടിഎം ഈസ് 669 +2.52% പേടിഎം ചെയ്തിട്ടുണ്ട്. So these are all the technology sector stock I already covered. So now we will come to energy and mineral sector. Energy and minerals നമ്മൾ ബിഗ് കമ്പനീസ് ടോപ്പ് കമ്പനി തന്നെ റിലയൻസ് ആണ്. റിലയൻസ് is -0.72% down on the 2,902 ഇപ്പോഴത്തെ പ്രൈസ്. So next biggest company is ONGC. ONGC is -3.94%, 283 ONGC ചെയ്യുന്നത്. അടുത്ത വലിയ കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ദാറ്റ്സ് ഓൾസോ ഡൗൺ -0.301%. ദെൻ ദ ഓയിൽ ഇന്ത്യ ദാറ്റ് ഇസ് ഓൾസോ -4.5% ഡൗൺ ആണ്. സോ ഞാൻ ഈ എനർജി ആൻഡ് മിനറൽ സെക്ടറിൽ പറഞ്ഞ സമയത്താണ് ഐ വോണ്ട് ടു ടോക്ക് സംതിങ്. അവിടെ നമ്മുടെ UAE-ൻ്റെ ഹൈനസ് ഇന്ന് ഇവിടെ അബുദാബിൻ്റെ ഹൈനസ് ഇന്ന് ഇന്ത്യയിലുണ്ട്. നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഇവൻ്റാണ് നമുക്ക് നടക്കുന്നത്. കാരണം UAE പോലത്തെ ഒരു കൺട്രി നമ്മളെ ഇന്ത്യൻ്റെ ഏറ്റവും വലിയൊരു റൈറ്റ് ഹാൻഡ് ഒരു കൺട്രിയാണ് UAE. സോ അതുമല്ല UAE-ൻ്റെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആളാണ് നമ്മളെ UAE-ൻ്റെ ഹൈനസ് ക്രൗൺ പ്രിൻസ് ഇടയുള്ളത്. സോ അത് ഇന്ത്യക്ക് നല്ലൊരു ബൂസ്റ്റാണ്. കാരണം അതിപ്പോൾ ഇന്ന് പല ഈ LNG ഇതുപോലത്തെ LNG സപ്ലൈസ്, ന്യൂക്ലിയർ കോർപ്പറേഷൻ അതുപോലുള്ള പല കാര്യങ്ങളിലും ഇന്ത്യ UAE സൈൻ ചെയ്യുന്നുണ്ട്. സോ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റായി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ. കാരണം UAE ഇന്ത്യൻ്റെ ട്രേഡ് റിലേഷൻഷിപ്പ് നോക്കാനും ഇന്ത്യൻ്റെ ആസ് എ കൺട്രി UAE റിലേഷൻഷിപ്പ് നോക്കാനും നമ്മളെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നതിന് ഇവിടെ പെനക്കുമെന്ന് എസ്പെഷ്യലി നമ്മളെ മലയാളികൾ കൂടുതൽ ജോലി ചെയ്യുന്ന UAE-ലാണ്. സോ അതുകൊണ്ടെല്ലാം കൂടെ തന്നെ UAE-ൻ്റെ ഒരു ഹൈനസ് ഇന്ത്യയിൽ വരുന്നത് ഐ മോസ്റ്റ്ലി വെൽക്കം. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ ടു വെൽക്കം ഹിം ടു ഇന്ത്യ. സോ ഞാൻ കണ്ട ഇന്നത്തെ ന്യൂസാണ്. അത് മെയിൻലി വരുന്നത് ഈ അബുദാബി നാഷണൽ അഡ്നോക്കായിട്ട് LNG സപ്ലൈൻ്റെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ ബിഗ് തിങ്. നമ്മൾ ഇന്ത്യ കംപ്ലീറ്റ്ലി 100% എനർജി ഇമ്പോർട്ട് ചെയ്യുന്നൊരു കൺട്രിയാണ്. എസ്പെഷ്യലി നമ്മളെ ഗ്യാസ് ഖത്തറിനാണ് വരുന്നത്. ഇപ്പം LNG കോൺട്രാക്ട് വരുന്നുണ്ട് UAE ആയിട്ട്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്സ് അവർ ഗവൺമെൻറ് ഇസ് ഡൂയിങ്. സോ അത് ഞാൻ പറഞ്ഞു എനർജി സെക്ടറിൽ. ഇനി വരാൻ പോകുന്നത് നമുക്ക് ഇനി നോക്കുന്ന മെയിൻലി വരുന്ന കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ ഭാരതി രാവിലെ ചെയ്തിരുന്നു. ലെറ്റ് മി സീ ദ ഭാരതി പ്രൈസ് നൗ. ഭാരതി ഇസ് കമ്മിങ് ഡൗൺ 1600. ഞാൻ പറഞ്ഞില്ല 1600 റെസിസ്റ്റൻസ് ആണ്. 1600 ഇറ്റ് ഇസ് ഡ്രോപ്പിംഗ്. സോ ഭാരതി എൻ്റെ അപ്പുറത്ത് പറയാൻ വെച്ചാൽ സി ദിസ് പ്രൈസ് ഐ വിൽ നോട്ട് റെക്കമെൻഡ് എനിവൺ ടു ബൈ. ബട്ട് അറ്റ്ലീസ്റ്റ് ഇഫ് യു ഗെറ്റ് സംവെയർ അറൗണ്ട് 1550 താഴേക്ക് നല്ലൊരു ഭാരതിൻ്റെ. പക്ഷേ ഭാരതി ഓൾസോ സ്ട്രോങ് സ്റ്റോക്ക്. നാളെ നോക്കിയാൽ ഭാരതി റിബൗണ്ട് ചെയ്യും. മിക്കവാറും ഭാരതി റിബൗണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത് ഭാരതിൻ്റെ സ്റ്റോക്സ്. സോ ഇനി നമുക്ക് വരാൻ പോകുന്ന സെക്ടറിൽ പിന്നെ ഇന്ന് ഈ ടെക്നോളജിയിൽ ചെയ്തത് ഐഡിയ വളരെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. -2.88 ഐഡിയ ചെയ്തിട്ടുള്ളത്. ഹെൽത്ത് ആൻഡ് ടെക്നോളജിയിൽ സൺഫാർമ ഇസ് നമ്പർ 1. ഈ നിങ്ങൾ ഇപ്പോൾ നോക്കുക വെച്ചാൽ നമ്മളെ ഹെൽത്ത് സെക്ടറിലുള്ള ഈ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ എവറിത്തിങ് ഇസ് ഡൂയിങ് ഫൈൻ. ഓൾ ഫാർമസി യു ടേക്ക് എനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. സോ ഞാൻ കുറേ മുമ്പ് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പറഞ്ഞു. ദാറ്റ് വാസ് നെയിം വാസ് I think it is Markens Pharma or something like this. It's doing very well, Markens Pharma now. അതുപോലെ തന്നെ എംക്യൂർ എന്ന് പറഞ്ഞൊരു കമ്പനി. ദെൻ കംസ് നമ്മുടെ ഈ ഗ്ലാക്സോ എല്ലാ നെയിം എനി ഫാർമ കമ്പനി, ടോറൻറ്റ് ഫാർമ, in that case Cipla, all these companies are doing well, pharma sector. Now I think this is the time pharma and IT is doing well. Once upon a time so കുറച്ച് കാലം pharma sector was laggard except one or two stocks moving. Now pharma sector is doing extremely well. So നമ്മളെ ഫൈനാൻഷ്യൽ സെക്ടർ ആണ് മൂവ് ചെയ്യാത്ത. ഫൈനാൻഷ്യൽ സെക്ടറും കൂടി നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ നിഫ്റ്റി ഇറ്റ് വിൽ ക്രോസ് 25,500 എന്ന് എനിക്ക് തോന്നുന്നത്. So we'll come to consumer non-durables. Consumer non-durableസിലെ ദിഗ്ഗജാണ് കമ്പനികളാണ് നമ്മളെ ലിവേഴ്സും
ITCയും കഴിഞ്ഞാൽ വേറെ കമ്പനികളിലും അതിൻ്റെ അകത്ത് നെസ്ലയും ഈ ലിവേഴ്സ് ITC നെസ്ലേൻ്റെ പ്രോഡക്റ്റിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അത് മൂന്നും ചെയ്യുന്നില്ല. കൺസ്യൂമർ സെക്ടറിൽ കംപ്ലീറ്റ് സെയിം ആണ്. അത് ഇന്ന് കൺസ്യൂമർ സെക്ടറിൽ ചെയ്ത ഏറ്റവും നല്ല കമ്പനി വരുൺ ബീവറേജിൻ്റെ കമ്പനിയാണ്. അത് നന്നായി മൂവ് ചെയ്യുന്നത്. പ്ലസ് 3.27% വരുൺ ബീവറേജ് ചെയ്തിട്ടുണ്ട് 1569. സോ വരുൺ ബീവറേജ് താഴെ പ്രൈസിൽ കിട്ടിയ വാങ്ങുന്നില്ല കേട്ടോ. ഇറ്റ് ഈസ് എ ഗുഡ് കമ്പനി ടു ബൈ വരുൺ ബീവറേജ്. വരുൺ ബീവറേജിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് യു ഷുഡ് ഗെറ്റ് സംവെയർ അറൗണ്ട് 1385 കിട്ടണം. 1385 ആ റേഞ്ചിലൊക്കെ വരുൺ ബീവറേജസ് ബൈ ചെയ്യുന്നവർ. നല്ലൊരു കമ്പനിയാണ് വരുൺ ബീവറേജസ്. So that is coming into, I covered finance as well as energy and minerals, technology sector, health and sector, communication sector, as well as consumer non-durable sector. I think I covered almost major sectors. സോ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളെല്ലാം ഈ കോവിഡിൻ്റെ വാക്സിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഈ കോവിഡിൻ്റെ വാക്സിൻ ചെയ്താൽ ഡു യു നോ ദാറ്റ് ഹൗ ലോങ് ഇറ്റ് ക്യാൻ പ്രൊട്ടക്ട് യു, how long this COVID vaccine can protect us എന്നുള്ള കാര്യം നമ്മളൊക്കെ അറിയില്ല. So it is, I think the pharmaceutical company now they are saying it can be answer over time now. അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു റിപ്ലൈ അവർ കൊടുക്കുന്നില്ല. സോ COVID-19 എന്ന് വെച്ചാൽ എല്ലാവർക്കും the 19 comes from the fact that it was discovered in 2019. അതുകൊണ്ടാണ് COVID-19 എന്നുള്ള പേര് വന്നത്. സോ അതൊരു കാര്യം ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പറഞ്ഞൊരു കാര്യമാണ്. സോ നമ്മളെ സംബന്ധിച്ചോളം വെച്ചാൽ ഈ വൈറസ് വി ഡോണ്ട് നോ വേർ ഇറ്റ് ഈസ് കമ്മിങ്. നിങ്ങൾക്കൊരു വൈറസ് അറ്റാക്ക് ചെയ്താൽ നിങ്ങൾക്ക് 7 ദിവസം ഈ വൈറസ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ യു ജസ്റ്റ്, ഐ തിങ്ക് യു സ്പെൻഡ് ഇനഫ് ടൈം ഇൻഫെക്റ്റിംഗ് അതർ പീപ്പിൾ. ഈ വൈറസിൽ ഏറ്റവും ഫാസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന വൈറസാണ് ഒമൈക്രോൺ. ഇറ്റ്സ് എ ഫാസ്റ്റസ്റ്റ് സ്പ്രെഡിങ് വൈറസ് ഇൻ ദ വേൾഡ് എന്ന് പറയും. സോ ഈ COVID-19 ബേസിക്കലി നമ്മൾ ഈ ഹൈ വാക്സിനേറ്റഡ് ടൗൺസിലൊക്കെ അതിൻ്റെ സ്പ്രെഡിങ് വളരെ കുറവാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത് COVID-19 കുറിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ ആ പോളിയോനെ കുറിച്ച് പറഞ്ഞല്ലോ. പോളിയോ ഈസ് എ ഡിസീസ് നമുക്ക് സാധാരണ കാലിന് വരുന്ന കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ഡിസീസാണ്. ഇൻ റയർ കേസസ് ഇറ്റ് ക്യാൻ ഈവൺ എഫക്ട് ദി ഡയഫ്രം. പക്ഷേ ഈ പോളിയോൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചത് 1950-നും 60-നും എടുക്കാം. പക്ഷേ ഇറ്റ് ടേക്സ് മോർ ദാൻ എ ഡെക്കേഡ് ടു റീച്ച് ദാറ്റ് വാക്സിൻ ഇൻ ഇന്ത്യ. ഇപ്പോൾ എത്ര ഫാസ്റ്റായി നമ്മുടെ വാക്സിൻ എത്തുന്നു. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും വാക്സിൻ മാനുഫാക്ചറിങ് കമ്പനീസും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇറ്റ് ഈസ് ബിഗ് അഡ്വാൻറ്റേജ്. സോ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ സിക്കാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒരു ദിവസം കോൾഡായിട്ടോ സ്റ്റൊമക്ക് ബഗ്സോ അല്ലെങ്കിൽ സം കഫ്, സം ടൈപ്പ് ഓഫ് ഫീവർ, flu, measles, so depending upon the country you live, sometimes cholera ഇതുപോലത്തെ ഡിസീസ് നമുക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ക്ലിനിക് ആൻഡ് ഹോസ്പിറ്റൽസ് they are the primary source of information and about the disease, and they are to കമ്മ്യൂണിറ്റിക്ക് വരുന്ന എന്തൊക്കെ ഡിസീസുള്ള ഡാറ്റാബേസ് ആരും എടുത്ത് ഗവൺമെൻറ് കൊടുക്കണം ഞാൻ പറയുന്നു. സോ ദാറ്റ് ഈസ് വൺ തിങ്. നമുക്ക് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വെച്ചാൽ നമ്മളെ ഈ സ്റ്റാർബക്സ് എന്ന് പറഞ്ഞൊരു കോഫി ചെയിൻസിനെ കുറിച്ച് നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും. ഈ നമ്മളെ കോഫി വെക്കുന്ന പ്രീമിയം കോഫി ചെയിൻസ് ആണ് സ്റ്റാർബക്സ്. സ്റ്റാർബക്സിൻ്റെ നമ്മളെ CEO എന്ന് വെച്ചാൽ ഒരു ലക്ഷ്മൺ നരസിംഹൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അയാളെ കമ്പനി ലാസ്റ്റ് ഇയറായിട്ട് റിക്രൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ he was terminated so quickly because the sales was not good. When the sales are not there, the CEO's life is in a danger. സോ ഇപ്പോൾ ആ സ്റ്റാർബക്സ് കഫേയിൽ പിന്നെ ഒരു പുതിയ ആൾ വന്ന നിക്കോൾ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അയാളാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്. അയാൾ പണ്ട് ചിപ്പോട്ടിൽ മെക്സിക്കൻ ഗ്രിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അമേരിക്കയിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റാർബക്സിനെ കുറിച്ചിട്ട് ഇപ്പം ഈ അറബ്സ് കൺട്രിയിലൊക്കെ അതിൻ്റെ സ്റ്റാർബക്സ് കോഫി കുടിക്കുന്നത് കുറവാണ്. കാരണം അതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. അതുകൊണ്ട് ഗാസയിൽ ഇവർ ആക്രമണം നടത്തിയിൽ ഈ അമേരിക്ക നടത്തി. അതുകൊണ്ട് അമേരിക്കൻ കമ്പനികളൊക്കെ മാക്ഡൊണാൾഡ്സ് പോകാണ്ടിരിക്കുക, സ്റ്റാർബക്സ് പോകാണ്ടിരിക്കുക, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ഹെയ്റ്റ് ടുവേർഡ്സ് എ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ അയാൾ പറഞ്ഞു. അപ്പോൾ അയാൾ പറയുന്നത് വെച്ചാൽ നമ്മളിനി സെയിൽസ് കൂട്ടാൻ പോകുന്നത് വെച്ചാൽ ഇതിന് ഈ മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ട് മൊബൈൽ ആപ്പ് വഴി ഈ സപ്ലൈ ചെയിൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്സാണ്. എൻ്റെ ആൾക്കാർ കൂടുതൽ കോഫി കുടിക്കുക, കൂടുതൽ സമയം കോഫി ഷോപ്പിൽ സ്പെൻഡ് ചെയ്യുക, കൂടുതൽ ടൈം അവർ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ കോഫീൻ്റെ സെയിൽസ് അധികമാക്കാൻ അയാൾ പ്ലാൻ ചെയ്തത്. സോ നമുക്ക് നോക്കാം ഇങ്ങനെ സ്റ്റാർബക്സിൻ്റെ സെയിൽസ് ഇങ്ങനെ പോകുന്നതിന്. ഒരു CEO ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ ആദ്യത്തെ 100 ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ദിവസം. സോ ലെറ്റ് us see the first 100 days how is going to turn around the company.
സോ ഇത് മാർക്കറ്റ് ഇപ്പോഴേ എവിടെയാണല്ലോ നിഫ്റ്റി ഈസ് ഫോളിങ് അഗെയിൻ 2009 ബിലോ ആണ് വരുന്നത്. അഡാനി പോർട്ട് ഈസ് Bharti is also falling 1581 and Adani is so 1430 Adani വന്നു Adani പോർട്ട്. So let us see നാളെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ള ഇന്നത്തെ ഡാറ്റ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുമായിരിക്കും. So have a nice day. Thank you very much for viewing my channel. So kindly subscribe my channel. Your subscription gives me motivation to put more content in this site. Thank you very much.